നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു വാർത്ത പരിശോധിക്കാം. നന്ദൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. നന്ദൻ, ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട വാർത്ത, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇവിടെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രി ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, മെച്ചപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. സ്വാഭാവികമായും കുടുംബത്തിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷം ഇനി മറ്റ് ആശുപത്രികളിലേക്കോ ബംഗളൂരുവിലേക്കോ അടക്കം മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ വ്യക്തമാക്കിയത്. അതിൽ ഇന്നൊരു തീരുമാനമുണ്ടായേക്കുമോ? ബംഗളൂരുവിലേക്ക് തുടർ ചികിത്സയ്ക്കായി മാറ്റിയേക്കുമോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും രജനി, എന്തായാലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ബോർഡ് ചേർന്ന് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ചികിത്സയിലിരിക്കുന്ന നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ ബോർഡ് സംഘം ഇന്നലെ പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വിശദീകരണം ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ മെഡിക്കൽ ബോർഡും ഈ ഒരു കാര്യം ആലോചിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്തായാലും ഇനി തീരുമാനമെടുക്കേണ്ടത് കുടുംബമാണ്. കാരണം അദ്ദേഹത്തെ ബംഗളൂരിലേക്കുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറണോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കുടുംബം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡ് കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കുടുംബത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി കുടുംബമായിരിക്കും തീരുമാനം എടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിലും ആ ഒരു എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. 2 മെഡിക്കൽ സ്റ്റാഫുകളും അടക്കം ഇപ്പോൾ ഇതിനുവേണ്ടി സജ്ജമായിട്ടുണ്ട് എന്നും സർക്കാരിന്റെ മെഡിക്കൽ ബോർഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ്. അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലുമാണ്. രഞ്ജിനി.